ആഷിഖ് ബ്രോ ഒത്തിരി താങ്ക്സ് ചേട്ടാ. നോ പ്രോബ്ലം, എനി ടൈം. വീണ്ടും പറ്റുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരവസരത്തിൽ കാണാം. ഓക്കെ ശരി, എന്നാ വിട്ടോട്ടെ. ഒരു വലിയ അനൗൺസ്മെന്റ് ഉണ്ട്, മറ്റേ സർപ്രൈസ് പൊട്ടിച്ചാലോ? പൊട്ടിച്ചേക്കാം. ആ ഞാൻ നോക്കി ഉണ്ട് കേട്ടോ. അപ്പൊ സംഭവം വേറൊന്നുമല്ല, നമ്മൾ ആദ്യത്തെ ലോഡ് അടുത്ത സ്ഥലത്തേക്ക് വീണ്ടും ലോഡ് കൊണ്ടാൻ വേണ്ടി ടാങ്കർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. 100 റൗണ്ടോടെ നമുക്ക് പോയിട്ട് വരാം. അതാ നമ്മൾ പറഞ്ഞ 74 വയസ്സുള്ള അപ്പച്ചൻ. ഓ ഈ പറഞ്ഞു പോയത്. 74 വയസ്സുണ്ട്. ഓക്കെ. നമ്മൾ ഇന്ന് സെയിം പണിയാ പുള്ളി. അപ്പൊ ഇതാണ് ഇവിടുത്തെ പേപ്പർ വർക്ക് ഒക്കെ അല്ലേ? ഇവിടെ വേറെ സ്റ്റാഫ് ഒന്നുമില്ല പേപ്പർ വർക്ക്, ഓരോ ഓഫീസിൽ ആളുണ്ട്. ഓ അതാ ഇതിന്റെ അപ്പുറത്തിന്റെ അപ്പുറത്ത്. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പം ഇതാണ് ഇവരുടെ ഓഫീസും സെറ്റപ്പും കാര്യങ്ങളും എല്ലാം. അടിപൊളി. ഓ പിന്നെ എന്നാലും നമ്മുടെ ഇവിടുത്തെ ട്രക്ക് ആൾക്കാർ വരുന്നത് നിങ്ങളുടെ ഒരു സെറ്റപ്പ് അല്ല. 1 2 3 4 5 6 7 വണ്ടിയുണ്ട് മൊത്തം. 7 വണ്ടി ഓടുന്നത്. ഓടാത്ത 2-3 വണ്ടികളുണ്ട്. അത് വേണേ റെഡിയാക്കി എടുക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ അവരെ ഒരു മെനക്കെടാറില്ല. മനസ്സിലായി. അവര് പറഞ്ഞ പോലെ അവരുടെ ക്ലയൻസിനെ മീറ്റ് ചെയ്യാനുള്ള സാധനം അവരുടെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അവര് ചെയ്താ കഴിഞ്ഞാൽ ഇപ്പൊ വെച്ചാൽ ഈ ഉള്ള വണ്ടിയുടെ എന്തെങ്കിലും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നുണ്ടെങ്കിൽ അത് ഒരു വണ്ടിയിൽ നിന്ന് സ്ക്രാപ്പ് ആയിട്ട് യൂസ് ചെയ്യുക. മനസ്സിലായി. അതിൽ അവരുടെ ഫ്രൈറ്റ് ലൈനർ ഉണ്ട്, സ്റ്റെർലിംഗ് ഉണ്ട്, ഇന്റർനാഷണൽ. അപ്പൊ നമ്മളിത് ഓക്കെ ഒരു എമൗണ്ട് ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുണ്ട്. നാച്ചുറലി അത് കട്ട് ഓഫ് ആവുമോ അതോ നമുക്ക് ടാങ്ക് ഫില്ല് ചെയ്യുമ്പോൾ എങ്ങനെയാ നമ്മൾ അറിയണേ? മനസ്സിലായില്ല. ഇപ്പൊ നമ്മൾ ടാങ്ക് ഫില്ല് ചെയ്തോണ്ടിരിക്കുവല്ലേ, ടാങ്ക് നിറഞ്ഞു കഴിയുമ്പോ ഓ അത് ഇതുവഴി നമ്മൾ അറിയണേ? ഓ മേളിൽ കൂടെ പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഒരു ചെറിയ വാൽവ് ഉണ്ട്, അതിൽ കൂടെ കാണാം. അതുവഴി നമുക്ക് കാണാം. അത് പക്ഷെ കുറച്ചേ വരത്തുള്ളൂ. പക്ഷെ ഒരു പോയിന്റ് എടുത്ത് പുറത്തുനിന്ന് മൊത്തം ചാടാൻ. ഓ ഓക്കെ. അല്ലന്നല്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് അലനുമായിട്ടായിരുന്നു നമ്മൾ കോണ്ടാക്ട് ചെയ്തോണ്ടിരുന്നത്. അലൻ നാട്ടില് അല്ല അതെനിക്കറിയാം. ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ വിട്ടു. എന്റെ വൈഫ് ചങ്ങനാശ്ശേരി അടുത്താ, മേപ്രാൽ എന്ന് പറയുന്ന സ്ഥലം. ഇടിഞ്ഞില്ലം. അത് തന്നെ. ബ്രോയുടെ വണ്ടി ഏതാ? കെൻബർത്ത് തന്നെയാണോ? വെസ്റ്റേൺ സ്റ്റാർ. ഇത് കുറച്ചൊരു കൺജസ്റ്റഡാ വണ്ടി കണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ സ്പേസ് വേണം സ്റ്റിയറിംഗ് ടു ഇത്. ഞാനിങ്ങനെ ഏറ്റവും പുറകിലേക്ക് സീറ്റ് ഇട്ടിട്ടാണ് വണ്ടി. അപ്പൊ ഇത് ഓടിച്ചോണ്ടിരുന്നപ്പോ എനിക്കാണെങ്കിൽ ശകലം പാട്. മറ്റേ ഞാൻ പിന്നെ യൂസ്ഡ് ആയിരുന്നു. അതാണ് പിന്നെ ഞാനത് ഓടിച്ചു നടക്കുന്നു. ഇവനിപ്പോ ഇത് ഓടിക്കുന്നു. വെസ്റ്റേൺ സ്റ്റാർ, ഇത് കെൻബർത്ത്. ഓക്കെ. എന്നാ വെസ്റ്റേൺ സ്റ്റാർ കണ്ടാലോ? ആ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന്. പിന്നെ ഒരു സ്റ്റെർലിംഗ് ഉണ്ട്. ശരി. നമ്മൾ 4000, 3000, 2000 അങ്ങനെ വെള്ളം കൊടുക്കാറ്. അതെ അല്ലേ? 2000 താഴെ എത്ര ആയാലും 2000 പൈസ നമ്മൾ ചാർജ് ചെയ്യും. അങ്ങനെ കമ്പനി അങ്ങനെയാണ് ചെയ്ത്. പെട്രോളിനും ആൾക്കാർ പോകുന്നതിനുമാണല്ലോ പൈസ വരുന്നത്. വെള്ളത്തിന് വലിയ പൈസ വരുന്നുമില്ല. അത് കാരണം ഏത് വണ്ടിക്കായാലും പോയി കഴിഞ്ഞാൽ വെള്ളം എടുത്താലും എടുത്തില്ലെങ്കിലും നമുക്ക് ആ പൈസ അങ്ങനെ വരും. അപ്പൊ നമുക്ക് വെസ്റ്റേൺ സ്റ്റാറിന്റെ ഇന്റീരിയർ ഒന്ന് കാണാം. എപ്പോഴും പുറത്തിറങ്ങി അകത്ത് കയറിയും ചെളിയും മണ്ണും എല്ലാം ആയാറേ. നിങ്ങളുടെ വണ്ടികളെ പോലെ ക്ലീൻ ആയിട്ടിരിക്കുന്നില്ല. ഓളെ ഫിറ്റിംഗ്സും അതും ഇതെല്ലാം വണ്ടിക്കകത്ത്. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല.
അല്ലേ? നമുക്ക് വെസ്റ്റേൺ സ്റ്റാർ ഒന്ന് കാണാലോ. പ്രത്യേകിച്ച് ഈ രണ്ട് വണ്ടിയും നമ്മുടെ ഇരിക്കുന്നത് മാനുവലാണ്, ഓട്ടോമാറ്റിക് വണ്ടികളല്ല. ഇതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പണി കിട്ടിയാലും തന്നെ ഒരു വണ്ടി കെട്ടി വിളിച്ചുകൊണ്ട് വരാവുന്ന രീതിയാണ് നമ്മൾ എപ്പോഴും പ്രിഫറൻസ് ചെയ്ത് കൊടുക്കാറ്. മറ്റേതാണെങ്കിൽ ടോ ചെയ്യേണ്ടി വരുമല്ലോ. ഇതാകുമ്പോൾ നമുക്കൊന്ന് ഇറക്കം കിട്ടി കഴിഞ്ഞാൽ ഒന്ന് ഗിയർ മാറി സ്റ്റാർട്ട് ആക്കാം. ഒരു സ്റ്റാർട്ടറിന് കംപ്ലൈന്റ് ആണെങ്കിലും എന്തെങ്കിലും വിഷയമാണെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ വണ്ടി തന്നെ വെച്ച് കെട്ടിക്കൊണ്ട് വരാം. ഇറക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനൊക്കെ നമുക്ക് എളുപ്പമുണ്ട് ഇതിന് പറ്റുവാണെങ്കിൽ. പിന്നെ ഇവിടെ മെക്കാനിക് ഉണ്ട് വരാൻ വേണ്ടി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൊബൈൽ അവന് വണ്ടിയുണ്ട്, മെക്കാനിക്ക് വന്ന് നമ്മളെ പൊക്കിക്കോളും എവിടെ ഉണ്ടെങ്കിലും എന്ത് വിഷയം. മഞ്ഞക്കെമ്പോഴാണ് സാധാരണ പ്രശ്നം വരുന്നത്. നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആവും മഞ്ഞില്, വെള്ളമായിട്ട് എന്ന് ഇരുത്തി അങ്ങ് പോകും. വെയിറ്റ് ഉണ്ടല്ലോ വണ്ടിക്ക്. ലോഡ് ഇറങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് ഇറങ്ങി വരത്തില്ല. ലോഡ് ഊരി കഴിയുമ്പോഴത്തേനും വണ്ടി അവിടെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇറങ്ങിക്കൊണ്ട് വരിക, ഇതൊക്കെ ഇട്ട് നമ്മൾ ലോക്ക് ചെയ്ത് വീലൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങിക്കൊണ്ട് വരിക. അതൊക്കെ തന്നെ ഇങ്ങനെ പോകുന്നു. അടിപൊളി. ഈ വെസ്റ്റേൺ സ്റ്റാറിന് മിക്കതിന് ഈ പറഞ്ഞ പോലെ ഒരു വുഡൻ ഫിനിഷ് ഉണ്ടാവും അല്ലേ എല്ലായിടത്തും? വുഡൻ ഫിനിഷ് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് എനിക്ക് ഈ പറഞ്ഞ പോലെ വണ്ടികളെ കുറിച്ച് അത്ര വലിയ ഇന്റീരിയറിനെ കുറിച്ചൊന്നും വിഷയമുള്ള കേസല്ല, മാനുവലി അടിപൊളിയായിരിക്കണം എന്നുള്ള. അതുമല്ല, ഞങ്ങൾ ലൈസൻസ് എടുത്തിട്ട് ഫസ്റ്റ് ജോലി ചെയ്ത്. അപ്പൊ ഞാൻ പണി വർക്ക് അല്ലെ ഓടിച്ചു തുടങ്ങുന്നത് ഇവിടുത്തെ വണ്ടികളിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വെസ്റ്റേൺ സ്റ്റാർ ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത് വെസ്റ്റേൺ സ്റ്റാർ ചെയ്ത്. ഇപ്പൊ ഈ വണ്ടിയാണെങ്കിൽ ആ വണ്ടി കെൻവർത്തിന്റെ ഫസ്റ്റ് ടൈം ഓടിക്കുന്ന വണ്ടി ആ കെൻവർത്താണ് ഞങ്ങൾ ഓടിക്കുന്നത്. ഇതിനു മുമ്പ് കെൻവർത്ത് ഓടിച്ചില്ല, വെസ്റ്റേൺ സ്റ്റാർ ഓടിച്ചില്ല. നമ്മളെടുത്ത് നോക്കിയിട്ടുമില്ല. ഓടിക്കാൻ കൊള്ളായിരിക്കണമെന്നേ ഉള്ളൂ. ഇവനാണ് നമ്മുടെ ടെസ്റ്റർ, ഇവനാണ് ഇവിടുത്തെ മെയിൻ ഡ്രൈവർ. അപ്പൊ ഇവനെ നമ്മൾ പറഞ്ഞു വിടും. കൊണ്ടുപോകണമെങ്കിൽ ഞാൻ മറ്റേ സ്പിറ്റ് ചെയ്തോളാം. അല്ല, ഞാൻ വെസ്റ്റേൺ സ്റ്റാറിന് ജസ്റ്റ് കാണാൻ വന്നാ. ഇവരുടെ പോകണേ പൊക്കോ, ഞാൻ അങ്ങനെയാണെങ്കിൽ വേറെ ലോഡെത്തോളാം. അല്ല, അടുത്ത ലോഡ് പോകും. ഞാൻ ക്യാമറ അതിന്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, എന്നാ പിന്നെ ഈ പറഞ്ഞ ഇതിനെല്ലാം വുഡൻ പാനലാണോന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞാണ് എനിക്ക് അറിയത്തില്ല. ഞാൻ കണ്ടിട്ടില്ല. എന്റെ ആദ്യത്തെ വെസ്റ്റേൺ സ്റ്റാർ ഇതാണ്. അന്ന് മേടന്ന് വെച്ച് മേടിച്ചതല്ല. അല്ലല്ല, നമ്മള് നോക്കിയിരുന്നത് ഇപ്പോഴും ടാങ്ക് മാത്രം വണ്ടി പെർഫെക്റ്റ് ആയിരിക്കും. സ്പെക്ക് നോക്കി, ടാങ്കിന്റെ സ്പെക്ക് ഇവിടുത്തെ സൈഡ് നടക്കുന്നത് 4000 ഗാലന്റെ ടാങ്ക് വേണം, എന്നാലും നമുക്ക് ഈ പറയുന്ന ലോഡുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് വലുതും ആകാൻ പാടില്ല, ചെറുതും ആകാൻ പാടില്ല. ഇതാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 2000 ചെയ്യാം, 3000 ചെയ്യാം, 4000 ചെയ്യാം. അപ്പൊ ഏറ്റവും കൂടുതൽ സാധാരണ വീടുകളെല്ലാം വീട്ടിലുള്ള ടാങ്കുകളെല്ലാം 4000 ടാങ്കുകൾ. അങ്ങനെ ടാങ്കിന്റെ സ്പെക്കാണ് നമ്മൾ നോക്കാം. അപ്പോഴാണ് നമ്മൾ വണ്ടിയിലേക്ക് വരുന്നത്. വണ്ടി ഇപ്പൊ നമ്മൾ ഓൾറെഡി എടുത്തപ്പോ ലൈസൻസ് മാനുവൽ ആയിരുന്നു നമ്മൾ എടുത്തത്. പിന്നെ ഇവിടെ വന്നാണ് തെളിഞ്ഞത്. ആദ്യം എടുക്കുമ്പോഴേ നമ്മൾ തെളിയുന്നില്ല. വന്ന് തെളിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അതൊരു വിഷയമല്ലാതായി. അല്ലെങ്കിൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കണമല്ലോ, ഈ പറഞ്ഞ ഓട്ടോമാറ്റിക്കായി ഓടിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കപ്പോ അതൊരു വിഷയമല്ലായിരുന്നു. പിന്നെ നോക്കുന്നത് പ്രൈസ് ആണ്. നമ്മൾ നോക്കി വണ്ടികൾ എടുക്കുമ്പോഴത്തേക്ക് നോക്കുന്നത് വെച്ചാൽ ഇവിടെ കടന്ന് നമുക്ക് അറിയാൻ അത്രയും സെറ്റപ്പോ പുത്തൻ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. 400, 450, 500,000 ഒക്കെ. പക്ഷെ അത്രയും മോർഗേജും കൊടുത്ത് അത്രയും കൊടുത്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന സെയിം ജോലികൾ ഈ നമ്മൾ പോകുന്നില്ല. അപ്പൊ നമുക്ക് എപ്പോഴും കുറച്ച് ഓടിയ വണ്ടികളുടെ ആവശ്യമേ ഉള്ളൂ. അപ്പൊ ആ റേറ്റും ഈ പറഞ്ഞ പോലെ മെയിൻ കാര്യം നോക്കുന്നത് നമ്മൾ ടാങ്കാണ്. ടാങ്ക് സെറ്റ് ആയിരിക്കണം. പിന്നാണ് വണ്ടി നോക്കി ഓടിക്കും. നമ്മൾ പോയി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മൾ അങ്ങനെ എടുക്കുന്നു. അങ്ങനെ വെസ്റ്റേൺ സ്റ്റാറിന് പ്രത്യേകിച്ച് നമ്മളൊന്നും കൊടുത്തതല്ല, നമ്മൾ നോക്കിയെടുത്തല്ല. നമ്മൾ ഇങ്ങനെ വണ്ടി ടാങ്ക് വരുമ്പോഴാണ് നമ്മൾ ആൾക്കാരോട് ചോദിക്കുന്നത്, ഈ വെസ്റ്റേൺ സ്റ്റാർ എങ്ങനെ മെക്കാനിക് എടുത്ത് ചോദിക്കുന്നത്. ഒരു വണ്ടി വന്നിട്ട് വെസ്റ്റേൺ സ്റ്റാർ ആണ്, എങ്ങനെയുണ്ട്, അത് സാധനം കൊള്ളാവും, പണിയാൻ പറ്റുമോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി, ഓക്കെ അത് എടുത്തു. അങ്ങനെയാണ് നമ്മള് ഇപ്പൊ നമ്മളെ കുറിച്ച് നമുക്ക് അങ്ങനെ ട്രക്കുകളെ കുറിച്ച് നമ്മൾ നോക്കാറുമില്ല, നമുക്ക് അതിനെ കുറിച്ച് അറിയത്തുമില്ല. ഒന്നാമത്തെ കാര്യം നമ്മളത്രയും ഓടിച്ചിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള വണ്ടികളെ ഓടി. നമ്മളിപ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടി വണ്ടികൾ മാറി മാറിയൊക്കെ വരുമെന്ന് തോന്നുന്നല്ലേ? അതോ സെയിം വണ്ടികളാണോ? നമ്മുടെ സെയിം വണ്ടി തന്നെ. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ എത്ര ആളൊക്കെ ഓടിക്കാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോ 6 കൊല്ലം. 6-7 കൊല്ലം. എന്നെക്കാളപ്പോ ഡബിളായി. ഞാൻ 3 കൊല്ലം ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് വണ്ടികൾ എണ്ണം കുറവാ ഓടിച്ചേക്കുന്നത്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഈ ലോക്കലി സ്ഥിരം ഓടിച്ചുള്ള പരിചയം ഉണ്ടോ? അതുണ്ട്. ഞാൻ പറഞ്ഞത് വണ്ടികളുടെ കാര്യം, വണ്ടി മാറുന്ന കാര്യം. അങ്ങനെ വണ്ടി മാറാനുള്ള ഓപ്ഷൻ വരുന്നില്ല. ഒന്നാമത്തെ ഫസ്റ്റ് ജോലിയാണ് ഇത് കഴിഞ്ഞ് വന്നത്. നമുക്കപ്പോ ഈ വണ്ടികൾ തന്നെ നമ്മൾ ഓടിക്കുന്നുണ്ടെന്ന് പറയുന്നത്. മനസ്സിലായി. ഡെയിലി വ്ലോഗ് ഇടുവോ? ഇല്ല, 1.5. ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കൊല്ലം എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാലില്ല, ചേട്ടൻ പറഞ്ഞു ഇതുപോലെ ഒരു വ്ലോഗ് ചെയ്യുന്നൊരു ചേട്ടനുണ്ട്, പുള്ളിയുടെ ഫ്രണ്ടാണ്, വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ അതിന്റെ അനക്കമൊന്നുമില്ല. എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചപ്പോഴാണ് ഞാൻ കയറി നോക്കുന്നത്. അന്നേരമാണ് ഞാൻ കാണുന്നത്, നിങ്ങളുടെ വ്ലോഗ് ഞാൻ കാണുന്നത്. പക്ഷെ കൊള്ളാം, നല്ലതായിരുന്നു. നമുക്ക് പോയിട്ട് വരുമ്പോഴത്തേക്കും കാണാം കേട്ടോ. ഞാൻ മിക്കവാറും ഇവിടെ കാണുമായിരിക്കും. ശരി. അപ്പൊ നമ്മുടെ വെസ്റ്റേൺ സ്റ്റാറിൽ നിന്ന് ഇറങ്ങി നമുക്ക് നമ്മുടെ ബ്രോയുടെ കെൻവർത്തിലേക്ക് പോകാം. റെഡിയാ ബ്രോ? പോകാൻ റെഡിയാ? ഓക്കെ. നമ്മൾ വെറുതെ ഇരിക്കാറില്ല, പരിപാടി കഴിഞ്ഞാൽ വീട്ടിൽ പോവാം.
എല്ലാരും ഡൗട്ടോടെ ഉള്ളൂ ഹാമിൽട്ടന്റെ ടൈറ്റ് ആണ്, പ്ലസ് ആൾക്ക് ഭയങ്കര ക്രൈം റേറ്റ് കൂടുതലെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇവിടെ വന്നാൽ അതില്ല. ഇത് ഇച്ചിരി മൗണ്ടൻ ആണ്, ഇച്ചിരി കാമക്വായിട്ടാണ്. ബട്ട് അങ്ങോട്ട് പോകുന്നവരും ഇച്ചിരി ടൈറ്റ് ഉണ്ട്. പക്ഷെ ഇച്ചിരി ഇതെല്ലാം പുതിയ ബിൽഡിങ്ങുകളാണ്. അപ്പം അടുത്ത ലോഡ് കൊണ്ടുപോകുന്നതിന് മുമ്പ് നമുക്കൊരു കാപ്പി കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പോകാം. ഞങ്ങളൊരു ടിം ഹോട്ടൽസിലേക്ക് ഒരു കാപ്പി മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ സാറിന് ഏതാ ഫേവറേറ്റ് കോഫി? ഞാൻ വന്നോട്ടെ തന്നെ സ്മോൾ ട്രിപ്പിൾ അല്ലെങ്കിൽ സ്മോൾ ടപ്പിൾ. ഓ ഓക്കെ. എനിക്ക് മധുരം വേണം. ഓക്കെ, മധുരം വേണം. പക്ഷെ അത് കുടിച്ചു കഴിഞ്ഞാൽ ചായ കുടിക്കുമ്പോൾ എനിക്കൊന്നുമില്ല. അതായത് മീൻസ് കോഫി കുടിക്കുമ്പോൾ എനിക്ക് ഉറക്കം കിട്ടാക്കി അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഉറങ്ങണമെങ്കിൽ ചൊറണം. ആ മധുരം കുടിക്കുമ്പോൾ എനിക്ക് എന്തൊരു സുഖം. ഓ ഓ, കുറെ സമയം എടുത്തല്ലോ. ഇത് മറ്റേ ഫ്രോത്ത് ചെയ്തിട്ട് നമ്മുടെ ക്യാപ്പച്ചിനോ എന്ന് പറയില്ലേ? അപ്പൊ ക്യാപ്പച്ചിനോടെ സിമിലർ ആയിട്ടുള്ള ഒരു സാധനം. പുള്ളി ഇവിടെ ചോദിക്കുന്നത്. ഇത് ഇച്ചിരി ഇന്റീരിയറിലേക്കുള്ള ഒരു അല്ലേ? ഓ, ഇതാണോ വീട്? ഇതെന്ത് ഫാമാ? എനിക്ക് കണ്ടിട്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല. ആണോ? ചില്ലറ കളിയില്ല, വലിയ കച്ചവടത്തിൽ പോകുന്നത്. ആണോ? ഇത് ഓൾ അറൗണ്ട് എല്ലാ വർഷത്തിലല്ല, അതിനകത്ത് ഗ്രീൻ ഹൗസ് മറ്റേ ഇല്ലീഗലൊന്നും അല്ല കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും. എന്നാ ബ്രോ അതിന്റെ ഫ്രണ്ട് വശത്ത് ഇല്ല, ഞാൻ ഡോറ് ഇവിടുന്ന് വേണമെങ്കിൽ അങ്ങോട്ട് യൂസ് ചെയ്തു, കുഴപ്പമില്ല. അതിന്റെ ഫ്രണ്ട് അല്ലേ നമ്മള് ചെയ്യുന്ന കാര്യമൊന്നും അവര് ലീഗലാണ്. എന്നാൽ പോലും തീർച്ചയായിട്ടും നമ്മളായിട്ട് പക്ഷെ നമുക്ക് ആഴ്ചയിൽ ഒരു 2 ലോഡൊക്കെ മേടിക്കുന്നവര് നല്ല വരുമാനം. മനസ്സിലായി. ഓ, ഇതിന്റെ സെറ്റപ്പ് ഇവിടെയാ അല്ലേ? അങ്ങനെ നമ്മൾ വേണ്ട നമ്മുടെ രണ്ടാമത്തെ ലൊക്കേഷനിലും ഡെലിവറിക്ക് എത്തിയിരിക്കുകയാണ്. ബ്രോ ഓൾറെഡി സാധനങ്ങളെല്ലാം കണക്ട് ചെയ്ത് വെള്ളം ഡെലിവറി ചെയ്ത് തുടങ്ങി. പേയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം സെറ്റായി. നേരെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ വിട്ടു പോയേക്കാം. അപ്പം നമ്മുടെ രണ്ടാമത്തെ ഡെലിവറി ഇതൊരു മരിജുവാനയുടെ വലിയ ഫാമാണല്ലേ? അപ്പൊ നമുക്കറിയാൻ പറ്റും എല്ലാ വീഡിയോകളും. അത് ഈ പറഞ്ഞ കസ്റ്റമർ എല്ലാം നമ്മുടെ സിസ്റ്റത്തിലുണ്ട്, നമ്മുടെ കസ്റ്റമർ ലിസ്റ്റിലുണ്ട്. അപ്പൊ ഞാനത് അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ഇപ്പൊ ഒരു കസ്റ്റമർ വരുന്നത് അവർക്ക് എന്തോരം വെള്ളം വേണം, അതിപ്പോ 2000 ആണോ 3000 ആണോ 4000 ആണോ ഗ്യാലനാണ്. അപ്പൊ അത് അവർക്ക് എന്നത്തേക്കാണ് വേണ്ടത്, ഏത് സമയം. ചിലർ പ്രിഫറൻസ് പറയും 12 മണിക്ക് ശേഷം, അല്ലെങ്കിൽ രാവിലെ 10 മണിക്ക്, അല്ലെങ്കിൽ ഫസ്റ്റ് റൺ അത് രാവിലെ വേണമെന്ന് പറയും. ചിലർ പറയും ലാസ്റ്റ് മണി എന്ന് പറയും. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു കമന്റ് സെക്ഷൻ ഉണ്ട്. പിന്നെ അവരുടെ മെത്തേഡ് ഓഫ് പേയ്മെന്റ്, അവരെങ്ങനെയാണ് പേ ചെയ്യുന്നത്. അതായത് ചിലർ EFT ആയിരിക്കും, ചിലർ ക്യാഷ് ആയിരിക്കും, ചിലർ ഈ പറഞ്ഞ ചെക്ക് ആയിരിക്കും. നേരെ ഓടിക്കുന്നത് എളുപ്പമാണ്, റോട്ടിൽ കൂടെ ഓടിക്കുന്നത് എളുപ്പമാണ്. പക്ഷെ ഡ്രൈവിനൊക്കെ ബാക്കിനൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ ട്രെയിലർ ഓടിക്കുന്നവർക്കും വിചാരിക്കും എളുപ്പമാണെന്ന്. പക്ഷെ സ്റ്റിൽ നമുക്കൊരു ഡ്രൈവേലോട്ട് പോകുമ്പോ അത് പാടാണ്. അത് ഡ്രൈവേലാണ്. ഇപ്പൊ നമ്മളൊരു ഡെക്കിലോട്ടോ അല്ലെങ്കിൽ ഡോക്കിലോട്ടോ കയറ്റുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ സ്പോട്ട് ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്. ഒന്നും വേണ്ട, അടുത്തുള്ള ട്രക്ക് വെച്ചിട്ടാണ് നമുക്ക് സ്പോട്ട് ചെയ്യാം. ട്രക്ക് കിടക്കുന്ന ബാരലാണെങ്കിൽ അത് സ്പോട്ട് ചെയ്യാൻ നമുക്ക്. പക്ഷെ ഇത് അങ്ങനെയല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പുറത്തുനിന്ന് പണിയെടുക്കണം. അതായത് ഇപ്പൊ മഴയാണെങ്കിൽ നമ്മൾ മഴയത്തില്ല. ഇപ്പൊ ലെറ്റ്സ് ഈ സിസ്റ്റം ഇരിക്കുന്നത് ഗരാജിന് തൊട്ട് ഫ്രണ്ടിലാന്നിരിക്കട്ടെ, നമുക്കിത് ഓവർഫ്ലോ ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ കേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഇത് ഓവർഫ്ലോ ആവണേ എനിക്ക് അറിയത്തില്ല. കാരണം ടാങ്ക് എവിടെന്ന് എനിക്ക് അറിയില്ല. ഞാൻ വണ്ടി കയറി ഇരിക്കാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് അറിഞ്ഞാലും ഇല്ലല്ലോ എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ ഞാൻ തീർന്നിടം വരെ കൊടുക്കാന്നുള്ളത്. അവർ ഫുൾ ലോഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ചില കേസുകൾ ഇത് ഗരാജിനുള്ളിലായിരിക്കും, ഗരാജ് തുറന്നായിരിക്കും. നമ്മൾ തണുപ്പത്തോടെ നിൽക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ആരും ഗരാജിനകത്ത് ഹീറ്ററൊന്നും വേണമെങ്കിൽ തരത്തില്ല. നമ്മൾ തണുപ്പത്തോടെ നിൽക്കണം. കാരണം വെച്ചാൽ ഇത് ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ ഗരാജ് മൊത്തം വെള്ളം നിറയും. അപ്പൊ അതവർക്ക് പറ്റത്തില്ല. അപ്പൊ നമ്മളൊന്ന് വാച്ച് ചെയ്യണം. അപ്പൊ ഈ പറഞ്ഞ ടാങ്ക് കാണാൻ പറ്റും. അതൊരു ഒരടിയുടെ
ചുറ്റളവിലുള്ള ഒരു ഹോളായിരിക്കും. അപ്പൊ ഹോളിൽ കൂടെ നമ്മൾ നോക്കിക്കണം വെള്ളം എന്തോരം വരുന്നുണ്ടെന്ന്. ഇനി അത് വരുന്നതനുസരിച്ച് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന ഗരാജിന്റെ ഫ്രണ്ടിൽ ചിലപ്പോ ട്രക്ക് വരയ്ക്കുന്ന റോഡിലായിരിക്കും. നമുക്ക് ആ വാൾവ് ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ആ ഓടുന്ന ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നുവെച്ചാൽ ഒരു സമയം കൊണ്ട് എനിക്ക് പറഞ്ഞില്ല 18 മിനിറ്റ് കൊണ്ട് എനിക്ക് 24 ലിറ്റർ കളയാമെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് എനിക്ക് എന്തോരം വെള്ളം പോവാം. അവിടെ നിന്ന് ഇവിടം വരെ 10 സെക്കൻഡ് അല്ലെങ്കിൽ 5 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തുക. 5 സെക്കൻഡ് കൊണ്ട് എങ്ങനെ തന്നെ ചുരുങ്ങിയ ഒരു 100 ലിറ്റർ വെള്ളം പുറത്തു വരുന്നുണ്ട്. അപ്പൊ 100 ലിറ്റർ വെള്ളം മതി അവരുടെ. അപ്പൊ അത് പിന്നെ ബുദ്ധിമുട്ടാവും. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ പറഞ്ഞില്ല ഇതുപോലെ വീട് ചിലയിടത്തൊക്കെ വീടിന് ടൈറ്റ് ആയിരിക്കും. അപ്പൊ ഈ റൂഫൊക്കെ ചിലപ്പോൾ തള്ളിയിരിക്കണം, നമ്മൾ നോക്കിയാൽ ചെന്ന് ഇടിക്കും. പിന്നെ ഈ പറഞ്ഞ ടാങ്കർ ഓടിച്ച് പരിചയമുണ്ടെങ്കിൽ ഇച്ചിരി എളുപ്പമായിരിക്കും. കാരണം വെച്ചാൽ ഇപ്പൊ ഇവിടുത്തെ ആ കൂടെ 2-3 വണ്ടിയേ ഉള്ളൂ ഓട്ടോമാറ്റിക്, ബാക്കിയെല്ലാം മാനുവലാണ്. അപ്പൊ മാനുവൽ ഓടിക്കുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ ഇതിനകത്ത് ബാഫിൾസ് ഇല്ലെങ്കിൽ ഈ വെള്ളം കിടന്ന് ട്രാവൽ ചെയ്യും അങ്ങോട്ടും കമ്പാർട്ട്മെന്റ്. അപ്പോൾ നമ്മൾക്ക് ഇത് ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഷിഫ്റ്റ് ഒന്നും കറക്റ്റ് വീടില്ല. അതായത് വെള്ളം പുറകിലോട്ട് RPM കുറയും. ആ സമയത്ത് നമുക്ക് ഷിഫ്റ്റ് വെച്ചാൽ നടക്കില്ല. കരച്ചു പറഞ്ഞാൽ ആ RPM നിന്നാലേ ആ വണ്ടി ഷിഫ്റ്റ് ആകത്തു. അപ്പൊ സ്ഥിരമായിട്ട് ഓടിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും. പക്ഷെ അല്ലാത്ത ഒരാൾക്ക് കഴിഞ്ഞാൽ അയാൾ ഭയങ്കര പാടായിരിക്കും, അയാൾക്ക് ബുദ്ധിമുട്ടും. പ്ലസ് നമ്മുടെ അടുത്ത് ചവിട്ടി നിർത്തണം വെച്ചാൽ ചിലപ്പോൾ നിൽക്കത്തില്ല. ഈ വെള്ളം ഓൾറെഡി നമ്മൾ പുഷ് ചെയ്യുന്നുണ്ട്. അതായത് ഫുൾ വെള്ളം കൊണ്ടുപോകുന്നത് നമ്മുടെ ആ വെയിറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ പകുതി വെള്ളം കൊണ്ട് പോകുമ്പോൾ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആ വെയിറ്റ് പ്ലസ് ഈ വെള്ളം പുഷ് ചെയ്യും. അത് പുറകിൽ പോയിട്ട് ഈ വെള്ളം തിരിച്ചൊന്ന് പുഷ് ചെയ്യും. അപ്പൊ നമുക്കത് ഫീൽ ചെയ്യും വണ്ടി. അപ്പൊ നമ്മളിപ്പോ നിർത്താൻ ഉദ്ദേശിച്ചെടുത്ത് വണ്ടി ആദ്യം സ്ലോ ചെയ്യും, എന്നിട്ട് ഈ വെള്ളം പുറകിൽ പോയിട്ട് തിരിച്ച് ഒന്നുകൂടി വന്ന് ട്രാവൽ ചെയ്യും. അപ്പോൾ ഒരു ഭയങ്കര ഒരു പൊട്ടൻ സൗണ്ട് കേൾക്കും. ഈ ബാഫിൾസിൽ നിന്ന് വരുന്നതാ. പ്ലസ് ഇത് ഈ കൂടാണ്ട് വണ്ടീനെ പുഷ് ചെയ്യും. അപ്പൊ നമ്മള് തൊട്ട് മറ്റൊരു വണ്ടി എടുത്തുകൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ന്യൂട്രൽ ഇട്ടിട്ട് വണ്ടി കാലം എടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് ഇടിയും. അടുത്ത വെള്ളം പുഷ് ചെയ്യുന്ന വണ്ടി പുഷ് ചെയ്ത് കളയും. അത്രയും വെള്ളം കാര്യമൊന്നുണ്ട്. പിന്നെ ഫ്ലെക്സിബിൾ അല്ല. നമ്മൾ വിചാരിക്കും ഇത് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ തിരിയുന്നിരിക്കും, പക്ഷെ അങ്ങനെ തിരിയില്ല. പിന്നെ ഈ പറഞ്ഞ ഇച്ചിരി സൂക്ഷിച്ചില്ലേ പണി കിട്ടി. എനിക്ക് ഒരു പ്രാവശ്യം പണി കിട്ടിയതാ ഇതുപോലെ. ഞാൻ കണക്ഷൻ അഴിച്ചപ്പോഴത്തേക്കും അത് ഓൾറെഡി ഇച്ചിരി ബെൻഡ് ആയിരിക്കുമായിരുന്നു. ഞാൻ പെട്ടെന്ന് കണക്ഷൻ അടിച്ചു, ഇത് ഇവിടെ നിന്ന് വിട്ട് നേരെ എന്റെ മുഖത്ത്. ഇത് നമ്മുടെ PVC പൈപ്പ് പോലെ ഇച്ചിരി. ഇത് PVC പൈപ്പ് പോലെ, ഇത് ശരിക്കും പറഞ്ഞാൽ അലൂമിനിയം റബ്ബർ ബാൻഡ് പോലെ തിരിച്ചടിക്കും. അപ്പൊ നമ്മുടെ ഫയർഫോഴ്സുകാരുടെ ടൈപ്പ് അതല്ല. അതല്ല ഫയർഫോഴ്സിന്റെ അല്ല. ഫയർഫോഴ്സിന്റെ റോളപ്പ് ആദ്യം പറഞ്ഞ അതല്ല ഇത്. അപ്പൊ ഇത് ഈ പറഞ്ഞ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. ഇത് ഇത്രയൊക്കെ ഉള്ളൂ. പണി സിമ്പിൾ ആണ്. പക്ഷെ ഈ പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നോക്കണം. ഇപ്പൊ ഈവൻ ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കും ഇതിനകത്തോട്ട്. കാരണം എനിക്ക് കാണുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. ചിലപ്പോ ഓവർഫ്ലോ ആകാം പറഞ്ഞു. നമുക്ക് ഇതുവരെ ഓവർഫ്ലോ ആയിട്ടില്ല. പക്ഷെ നമ്മളൊരു വേസ്റ്റ് കേസ് നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ ലെറ്റ്സ് എന്റെ കുത്തിവെച്ച ഓസ് തെറിച്ച് പുറത്തു വന്നു, നമ്മളറിയില്ല. നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ വെള്ളം മൊത്തം ഒഴുകി പോകും. ഇവരുടെ ഈ ഗ്രാവലിനകത്ത് ചരല് വരെ ഊരി പോകും. അപ്പൊ വെള്ളം വന്ന് നഷ്ടവും, അവർ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യും. അല്ല, ഞാൻ ശ്രദ്ധിച്ചു നമ്മൾ ആ പൈപ്പിലേക്ക് ജസ്റ്റ് ഇറക്കി വെച്ചിട്ടുള്ളൂ, അവിടെ ക്ലാമ്പ് വെച്ച് ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഈ നമ്മുടെ ഈ സാധനം ഈ ഹോസിന് വെയിറ്റ് ഉണ്ട്. അപ്പൊ ഹോസിന്റെ വെയിറ്റും ഈ പമ്പും തമ്മിൽ മാച്ച് ചെയ്യണം. അതാണ് അടുത്ത കാര്യം. നമ്മൾ എടുത്തുകൊണ്ട് ഇട്ടു, ലെറ്റ്സ് ഇപ്പൊ ഇതാണ് അതിന്റെ മൗത്ത് എന്ന് വെച്ചോ, ഈ സിസ്റ്ററിന്റെ മൗത്ത്. നമ്മൾ ഇത്ര ഇറക്കി ഇട്ടുള്ളൂ ഹോസ്. ഇത് ഇറക്കിയിട്ടുണ്ട്. നമ്മൾ വന്ന് പമ്പ് സ്റ്റാർട്ട് ചെയ്ത് പമ്പ് ഫുൾ ഫീൽഡ് ഇട്ട് കഴിഞ്ഞാൽ ഇത് അടിപ്പുറത്ത് വരും. അത്രയും പവറിലാണ് വെള്ളം പുഷ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത് കുറച്ചുകൂടി താഴത്തേക്ക് ഇടണം. അപ്പൊ ആ വെയിറ്റ് വെച്ചിട്ട് താഴത്തോട്ട് ഹോൾഡ് ചെയ്തോളൂ. ഇപ്പൊ അങ്ങനെ നോക്കിയില്ലെങ്കിൽ പണി കിട്ടും. മനസ്സിലായി. അങ്ങനെ വേണ്ട. ഇവിടുത്തെ ഡെലിവറിയും പരിപാടികളും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി പയ്യെ വണ്ടി തിരിച്ചു പോവുകയാണ് വീണ്ടും യാർഡിലേക്ക് റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കൊള്ളാം, വണ്ടി നല്ല കിട്ടില്ലാന്നല്ലേ. ഫോൾ സീസൺ ആയതുകൊണ്ടും ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടും നല്ല കിടിലം വിഷ്വൽസാണ് കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ? സോഫാർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ആഷിഖ് ബ്രോ ആണെങ്കിലും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, ഒത്തിരി വിശേഷങ്ങളെല്ലാം നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ കൂടെ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻസ് അറിയിക്കണം കേട്ടോ. എന്നാലേ നമുക്കിതുപോലെ ട്രക്കിങ് മാത്രമല്ല മറ്റ് പല മേഖലകളിലും ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ജോലിനെക്കുറിച്ചും അല്ല അതിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ കുറിച്ചൊക്കെ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോയിൽ ഇപ്പം റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ ഇപ്പോൾ ട്രക്കിങ് മാത്രമല്ല മറ്റേ ഏതെങ്കിലും
ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയയിൽ ഇപ്പോൾ ടോ ട്രക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വിൻ്ററിൽ ഉപ്പിടാൻ പോകുന്നവരോ സ്നോ ക്ലിയർ ചെയ്യാൻ പോകുന്നവരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ അതൊക്കെ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു ഹെൽപ്പായിരിക്കും. അങ്ങനെയുള്ളവരെല്ലാം നമ്മുടെ ഇൻസ്റ്റഗ്രാം ഹൈവേ ലോക്സിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് മരീജുവാനയുടെ ഫാം അതായതുകൊണ്ട് തന്നെ സേഫ്റ്റി പരിപാടികളും ഗേറ്റഡ് പ്രോപ്പർട്ടിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഓൾറെഡി ഒരു ടാങ്കർ അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് അത് തുറന്നു കിടന്നിരുന്നത്. അപ്പോൾ തിരിച്ച് പോകുമ്പോഴത്തേക്കും അത് ഓൾറെഡി എല്ലാം ക്ലോസ് ചെയ്തു. നമുക്ക് അതിൻ്റെ അടിയിൽ കൂടെ പോകാം. ശരിക്കും കുറച്ച് ഡ്രോൺ ഷോട്ട്സ് ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര കാറ്റാണ്. ഡ്രോൺ പുറത്തെടുക്കാനേ പറ്റില്ല. നമ്മളെ അറിയാവുന്നത് കൊണ്ടും പ്ലസ് നമ്മൾ വേണ്ട മൂന്നാമത്തെ സ്ഥലത്ത് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. ഇത് നമ്മൾ ഇതുവരെ കണക്ട് ചെയ്യാത്ത ഇച്ചിരി നല്ല ദൂരം ഉണ്ടല്ലേ? ഇച്ചിരി ദൂരമുണ്ട്. നല്ല കാറ്റാട്ടോ, അതുകൊണ്ടാണ് ഡ്രോൺ ഷോട്ട്സ് ഒന്നും എടുക്കാത്തത്. കുറച്ച് ഡ്രോണൊക്കെ അടിക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ ഒന്നും നടന്നില്ല. ഞാനങ്ങനെ കെയർ ചെയ്യാറുന്നല്ലോ, പിന്നെ പറഞ്ഞില്ല ഇങ്ങനത്തെ പണിയാണ്ട്. ഇപ്പൊ ബ്രോയുടെ കയ്യിലെ ടാറ്റുവിന്റെ ഇത് ഞാൻ ചോദിക്കായിരുന്നേ. ജോൺ വിക്ക്, കൊച്ചിന്റെ പേരാണ് ജോൺ വിക്ക്. അടിപൊളി, അല്ല കിടിലൻ ടാറ്റും സെറ്റപ്പ്. സോളമൻ, ജോൺ വിക്ക് ആൻഡ് സോളമൻ. ജോൺ വിക്ക് സോളമൻ. ഓ, ജോൺ വിക്ക് സോളമൻ, അതാണ് റോഡ്. എന്റെ അപ്പൂപ്പന്റെ പേര് ഇത്. പിന്നെ ഇവിടെയൊക്കെ ടാറ്റു ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇവിടെ നിങ്ങളുടെ ടാറ്റു അടിപൊളിയാ. ഞാൻ മൊട്ടൊന്നും അടിക്കത്തില്ല. ഈ ടാങ്കൊക്കെ പറഞ്ഞാൽ ഒരു 50-60 വർഷം അല്ലെങ്കിൽ അതിന് മേളിൽ ഈ വീടിന്റെ പഴക്കം കാണും ഈ ടാങ്കിനൊക്കെ. ഇതിന്റെ രൂപം കണ്ടിട്ടാണ് കാണിച്ചാൽ ഇപ്പൊ ഇങ്ങനത്തെ സൈസ് ടാങ്കുകൾ കുറവാണ്. പാടാ മഞ്ഞത്തെ പാടാ.
അപ്പോൾ അതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ആഷിക്കിൻ്റെ കൂടെ ടാങ്കറിൽ ഉള്ള എക്സ്പീരിയൻസിൻ്റെ വിശേഷങ്ങളെല്ലാം. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി അടിപൊളി. ഈ ബ്രോനെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. വളർന്നു വരുന്ന ഒരു പുള്ളിക്കാരനെ കൊള്ളാം, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. ആഷിക് ബ്രോ അപ്പോൾ ഒത്തിരി താങ്ക്സ് ചേട്ടാ. നോ പ്രോബ്ലം, എനി ടൈം. അപ്പോൾ വീണ്ടും പറ്റുവാണെന്നുണ്ടെങ്കിൽ മറ്റൊരവസരത്തിൽ കാണാം. വിളിച്ചത് അല്ലാതാണെങ്കിലും പോരും കേട്ടോ. ഓക്കെ ശരി, എന്നാൽ വിട്ടോട്ടെ. അതിനോട് അന്വേഷണം പറഞ്ഞേരെ. ഓക്കെ ശരി ബൈ. ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. നമ്മുടെ ട്രിപ്പ് നാളത്തേക്കുള്ളത് ഓൾറെഡി വന്നു കഴിഞ്ഞു. നമ്മൾ നെവാഡയ്ക്കാണ് പോകുന്നത്. ഹായ് ഗായ്സ്, ഹൈവേ ലോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഓൾറെഡി നമ്മൾ ഡേറ്റൺ ഏരിയയിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം മിഷിഗണിലെത്തി കേട്ടോ. നമ്മൾ ബോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഈ വീഡിയോ തുടങ്ങാൻ കാരണം ഒരു വലിയ അനൗൺസ്മെൻ്റ് ഉണ്ട്. അനൗൺസ്മെൻ്റ് എന്താണെന്നുള്ളത് നമ്മളെ ജോമറ്റോയെ പറയും. ജോമറ്റോയ് സർപ്രൈസ് പൊട്ടിച്ചാലോ? പൊട്ടിച്ചേക്കാം. ഞാൻ ഇവിടുന്ന് റിസൈൻ കൊടുത്തു. 2 വീക്സ് ആയിരുന്നു. ഇതിപ്പോൾ ലാസ്റ്റ് ട്രിപ്പാണ്. ഇനിയിപ്പോൾ ഒരു 330 കിലോമീറ്റർ ഉള്ളൂ യാട്ടിലേക്ക്. അപ്പം ഞാൻ ഈ അടുത്തൊരു ഒരാഴ്ച ലീവായിരുന്നു, 1.5 ലീവായിരുന്നു സിറ്റിസൺഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു സമയം കിട്ടിയപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഇൻഡീഡ് കണ്ടതാണ്. ഇൻഡീഡ് എന്ന് പറഞ്ഞ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയുള്ള ഒരു ആപ്പാണ് അത്. ജോബ് ആപ്ലിക്കേഷൻ്റെ ആപ്പാണ്. അപ്പോൾ അതിൽ കണ്ട് അവർ റെസ്പോണ്ട് ചെയ്തില്ല. അങ്ങനെ ഞാൻ അവരുടെ അവിടെ പോയി നോക്കിയപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 4 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതൊരു ഗാർബേജ് ട്രക്ക് നമുക്ക് ഡെയിലി പോയിട്ട് വരുന്ന ഇവിടെ മിഷിഗൺ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കറക്റ്റ് എക്സാക്ട്ലി ഈ ലൊക്കേഷനാണ്. നമുക്ക് ഡെയിലി ഹോം പോയിട്ട് വെളുപ്പിന് അവിടെ നിന്ന് എടുക്കണം. അപ്പം ഞാൻ നോക്കുമ്പോൾ ട്രെയിലർ ട്രക്ക് തന്നെ, ഹെവി ഹോള് ട്രെയിലർ ട്രക്ക് തന്നെയാണ്. ലാൻഡ് ഫില്ലിന് വേണ്ടിയിട്ടുള്ള. നമ്മുടെ ഇതിന്റെ ഏകദേശം ഇരട്ടി വെയിറ്റോളം കയറുന്നുണ്ട്. ഒരു 1.40 1,40,000 പൗണ്ട്സ് ഉണ്ട് ആ വണ്ടി കംപ്ലീറ്റ്. അവിടെ ഞാൻ വെയിറ്റ് ഒന്ന് കണ്ടായിരുന്നു. ഒരു ദിവസം ട്രയൽ പോയായിരുന്നു ഞാൻ. അപ്പം എന്താണെന്ന് അറിയത്തില്ല. ഇനിയിപ്പം ഇവിടെ തിരിച്ചു വരേണ്ടി വരുമോ, മാറ്റിയെടുക്കുവോ? ഇനിയിപ്പോ എന്തായാലും പുള്ളി തൊട്ട് തിരിച്ചു വരാനും പോകുന്നില്ല. ഗുർജിത് ഭായ് എടുക്കും, മാറ്റിയെടുക്കുമെന്ന് അറിയത്തില്ല. അതൊക്കെ നമ്മളെ കളിയാക്കണം കേട്ടോ. കാരണം സംഭവം നല്ല അടിപൊളി പരിപാടിയാണ്. കാരണം ട്രിപ്പിനാണ് പൈസ. അതോടൊപ്പം തന്നെ നമുക്ക് ഡെയിലി ഹോം വീട്ടിൽ വരാനും പറ്റും. ഏകദേശം 700 മൈല് അല്ല 800 മൈല് ഡെയിലി അല്ലേ? 800 കിലോമീറ്റർ സോറി, മൈലല്ല കിലോമീറ്റർ. 800 കിലോമീറ്റർ ഡെയിലി ഓടിക്കുന്ന രീതിയിൽ. അപ്പം എന്താണെന്ന് വെച്ചാൽ നാച്ചുറലി ഡെയിലി ഹോം വീട്ടിലെത്തുന്ന ഒരു പരിപാടിയാണല്ലോ. തന്നെയല്ല ജോമറ്റോയുടെ വീടിൻ്റെ തൊട്ടടുത്തായ ആട്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ കൊണ്ട് ജോമറ്റുമായി ഒത്തുള്ള നമ്മുടെ അവസാനത്തെ ട്രിപ്പ് ഇന്നിപ്പോൾ തിരിച്ച് യാർഡിലെത്തുന്ന പരിപാടികളാണ്. അപ്പോൾ ആ ഒരു കൺക്ലൂഷൻ നിങ്ങളിലേക്കും കൂടെ ആ വിശേഷം അറിയിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അർജുൻ ഭായ് പോയപ്പം പുതിയൊരാളുമായിട്ട് വന്ന് നമ്മുടെ വ്ളോഗൊക്കെ ആണെങ്കിലും, കാരണം ഓരോ മനുഷ്യരും പല രീതിയിലാണല്ലോ. അപ്പം അവരുടെ സ്റ്റൈൽ അറിഞ്ഞ്, വർത്തമാനം പറയുന്ന ശൈലി അറിഞ്ഞ് അതിനോടൊക്കെ ഒന്ന് ചേർന്ന് ഇപ്പം നമ്മുടെ വ്ളോഗാണെങ്കിലും അതിൻ്റെതായ രീതി ഒന്ന് സെറ്റായി വരുമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ജോമറ്റോനെ ഇഷ്ടപ്പെട്ടു വരുമായിരുന്നു. ഞാനും ജോമറ്റോയായിട്ടൊക്കെ ഒന്ന് സെറ്റായി വരുമായിരുന്നു. പക്ഷെ ആ നിമിഷത്തിലാണ് ഈ പറയുന്ന പോലെ ജോമറ്റോയ്ക്ക് പെട്ടെന്ന് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നമുക്ക് ഇഷ്ടമായിട്ടല്ല, കാരണം നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം, ഇതിനു മുമ്പ് ഞാനിങ്ങനെ ഓപ്പർച്യൂണിറ്റി വന്നത് ബാരിയിൽ തന്നെ വന്നത് ഞാൻ ആയിട്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഒന്ന് നോക്കാം, നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈവൻ ട്രക്ക് ഇതുപോലെയല്ല, ഇത്രയും സുഖമൊന്നുമില്ല ഓടിക്കാനൊക്കെ. കാരണം അത്രയും വെയിറ്റും കാര്യങ്ങളൊക്കെ താങ്ങി പോകുന്നതും കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട്. വണ്ടി സ്ലീപ്പർ ഒന്നും ഇല്ലാതെ ഡെയിലി വണ്ടികളായതുകൊണ്ട്. അതെ, മറ്റേ ക്യാബ് സ്ലീപ്പർ ക്യാബാണ്, നല്ല വണ്ടി, ഇന്റർനാഷണലിന്റെ മറ്റേ ഹെവി സ്പെക്ക് വണ്ടിയാണ്. അപ്പം അതൊന്ന് പരിചയമാകേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷെ എന്തിനാ കുഴപ്പമില്ല. അതിന്റെ ആക്സിലൊക്കെ ടയറൊക്കെ മുകളിലേക്ക് പൊന്തിച്ച് വെക്കുന്നതും താത്തി വെക്കുന്നതും അതൊക്കെ അറിയാനൊക്കെ ഉണ്ട്. എത്ര ടയറുള്ള വണ്ടിയാ? അതെനിക്ക് തോന്നുന്നു സിംഗിൾ ടയർ ആയിട്ടാണ് 20 ടയർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വീതിയുള്ള ടയർ തന്നെ. അപ്പൊ അതിന്റെ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് ഉണ്ട്. നമ്മൾ ഈ ടാൻഡം നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല അതില്. അപ്പൊ ഒരു 3 ആക്സിൽ നമ്മൾ പൊങ്ങിയിരിക്കുന്നത് നമ്മൾ വണ്ടി എടുക്കാൻ നേരത്ത്. അപ്പൊ 2 ആക്സിൽ നമ്മൾ അപ്പം തന്നെ താത്തി, 2 ടയർ നമ്മൾ താഴെ താത്തി ആണ് വണ്ടി പോകുന്നത്. US കിടക്കുന്നതിന് മുമ്പ് നമ്മൾ 3ാമത്തെ താത്തും. കാരണം 3ാമത്തെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ US വരുന്നത് വേറെയാണ്. കാരണം നമ്മുടെ അവിടെ കുറച്ചുകൂടെ. പിന്നെ അവിടെ നമ്മൾ ഈ പറയുന്ന ലാൻഡ് ഫില്ലിൽ പോയി നമ്മൾ ഈ ഗാർബേജ് ഡംപ് അല്ല ചെയ്യുന്നത്. അത് വാക്കിംഗ് ഫ്ലോർ എന്ന് പറഞ്ഞ ഒരു ബെൽറ്റ് ആണ്. അതിങ്ങനെ പുറത്തേക്ക് തട്ടി കളയുന്ന ഒരു സെറ്റപ്പ് ആണ്. അതിന്റെ അടിയിൽ കൂടെ ഒരു ബെൽറ്റ് ഇങ്ങനെ കറങ്ങുക. ആ ബെൽറ്റ് ഇത്രയും ഹെവി വെയിറ്റ് ആയതുകൊണ്ടായിരിക്കും. അപ്പം പിന്നെ MG ആണ് നമ്മൾ തിരിച്ചു പോരുന്നത്. പാസഞ്ചറിന് എടുക്കാൻ പറ്റുമോ?
പാസഞ്ചറിന് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു ദിവസം നിങ്ങൾ ഫ്രീ ഉള്ളപ്പോൾ നമുക്ക് വന്നാൽ വ്ളോഗ് ഒക്കെ ചെയ്യാൻ പറ്റും. നമുക്കൊരു ദിവസം നിങ്ങൾ വരുന്ന സമയമാണല്ലേ നമുക്ക് ബോർഡറിൽ നിന്ന് കാണുമോ, വണ്ടിയൊക്കെ നമുക്ക് കാണാലോ. അല്ല, ഡ്യൂട്ടി ഫ്രീയുടെ എവിടെയാണല്ലോ വണ്ടി ഇട്ടാൽ നമുക്ക് അവധിയുള്ള ഒരു ദിവസം നിങ്ങളുടെ കൂടെ ഒരു ട്രിപ്പിന് വരാൻ പറ്റുമോ? ഞാൻ കമ്പനി അവിടെ സംസാരിക്കാം. ബോർഡർ ക്ലോസ് ചെയ്തില്ലാലും ഞാൻ ബോർഡറിന്റെ അപ്പുറം ഇരുന്നോളാം. പുള്ളി വൈറ്റ് ആണ്, പുള്ളി അങ്ങനെ വലിയൊരു കുഴപ്പമുള്ള ആളാണ്. അല്ല, ഒരു വലിയ യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ പറയണോ? അല്ല, ഈ ഒരു കംഫർട്ട് ഒന്നും കിട്ടില്ല കേട്ടോ. കാരണം എങ്ങനെയാലും ഇട്ടിട്ട് പോയാൽ മതി എന്നുള്ളു. ഇന്ന് കടന്നിട്ട് ഉറക്കൊന്നുമില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് യാടിച്ചെന്ന് വീട്ടിൽ പോകാൻ. അപ്പൊ എന്തായാലും പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോമറ്റോയുടെ കൂടെ പുതിയ ആ ഒരു ജോലിയുടെ മാട്ടിയെ പിരിയുന്ന പോലെ തന്നെ കേട്ടോ ഈ വണ്ടിയായിട്ട് ശരിക്കും ഒരു ബന്ധം ആയിരുന്നു. അല്ല കാര്യം, ഈ വണ്ടി നമ്മളെ ഓടിച്ചാല് ഞാനിപ്പം പറഞ്ഞോണ്ടിരിക്കുക. കാരണം എനിക്കൊരു വണ്ടി ഉണ്ടായിരുന്നല്ലോ 3 വർഷം. അതിനോട് പോലും തോന്നാത്ത എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞിട്ടിരിക്കുക. അതിനോട് പോലും തോന്നാത്ത ഒരു അടുപ്പം ഈ വണ്ടിയുണ്ട്. കാരണം ഒരു പക്ഷേ ഈ വണ്ടി തരുന്ന എനിക്ക് തരുന്ന കംഫർട്ട് ആയിരിക്കും അതിന്റെ മെച്ചം. എന്റെ വണ്ടി അവസാന സമയത്തൊക്കെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നേ. ഈ വണ്ടി എനിക്ക് തരുന്നൊരു കംഫർട്ട് ആയിരിക്കും എനിക്ക് അതിനുള്ളൊരു തോന്നുന്നു. ചില വണ്ടികളോട് നമുക്കൊരു ഇഷ്ടം തോന്നില്ല. ഭയങ്കര ഇഷ്ടം തോന്നുന്നു. ഞാനിപ്പോ പറയണേ, എനിക്ക് നാട്ടിൽ ഡിസയർ ഉണ്ടായിരുന്നു. എനിക്ക് ആ വണ്ടിയോട് വേറെ പലരുടെയും വണ്ടി ഓടിച്ചിട്ടൊക്കെ എനിക്ക് ആ വണ്ടിയോടുള്ള സ്നേഹം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. അപ്പൊ ആ പറഞ്ഞ പോലെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ട്രക്കിൽ കയറിയപ്പം ഇത് എന്തോ ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ജോമറ്റോയി. വി വിൽ മിസ് യു. താങ്ക് യു. നമ്മുടെ വീഡിയോസിലെല്ലാം നമ്മൾ ഉറപ്പായിട്ടും മിസ് ചെയ്യും. അല്ല, നമ്മൾ കാണുന്നുണ്ടല്ലോ. തീർച്ചയായും ഞങ്ങൾ ഒരുമിച്ച് ഇനി കാലിഫോർണിയ റൺസ് ഒന്നും ഉണ്ടായിരിക്കുകയല്ല എന്നേ ഉള്ളൂ. പക്ഷേ നാച്ചുറലി നമ്മുടെ പോഡ്കാസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ ശക്തമായിട്ട് തിരിച്ചു കൊണ്ടുവരണം. അപ്പം അതിന് വേണ്ടിയിട്ടെല്ലാം ജോമറ്റോ അതിന് വരാമെന്നാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. എത്രമാത്രം ഉള്ളതെന്നുള്ള കാര്യം അത് ആ സമയത്ത് അറിയാം. വിളിക്കുമ്പോഴത്തേക്കും ബ്രോ ഞാൻ തിരക്കാ വരണില്ല എന്നൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോഡ്കാസ്റ്റുകളിലൊക്കെ നമുക്ക് ജോമറ്റോനെ കാണാം. രാത്രിയുടെ ലൈറ്റ് ഒക്കെ അണിഞ്ഞു നിൽക്കുന്ന പോർട്ട് ഹ്യൂറോൺ പട്ടണമാണ് നമ്മൾ ഒരു സൈഡിൽ കണ്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ ബോർഡർ എല്ലാം കടന്ന് നമ്മുടെ ജോമറ്റോ ഏതാണ്ട് അതിവേഗം ബഹുദൂരം യാർഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചെറിയൊരു മയക്കമൊക്കെ മയങ്ങി എണീക്കുമ്പോഴത്തേക്കും വേണ്ട നമ്മുടെ ജോമറ്റോ നമ്മളെ യാർഡ് എത്തിച്ചിട്ടുണ്ട്. ഈ ട്രെയിലർ ബാക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളിലാണ്. നിലം നിറയെ ബ്ലാക്ക് ഐസാണ് കേട്ടോ. ഇങ്ങനെ ഐസ് വീണിട്ട് നല്ല തെന്നി തെറിച്ച് കിടക്കുക. അപ്പൊ നമ്മുടെ ട്രക്ക് ലൈഫുമായിട്ട് നമ്മുടെ ചാനലിലെ മിക്കവാറും സിദ്ധ് ട്രക്കുമായിട്ട് അവസാനത്തെ ആയിരിക്കും അല്ലേ? കൊണ്ടോ നമ്മുടെ ജീവിതമല്ലേ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയ്ക്കൂടെ ഉള്ള വിശേഷങ്ങൾ. മറ്റു വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയ്ക്കൂടെ വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.